ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. കെ.സി. വേണുഗോപാലിന്റേത് സൗഹൃദ സന്ദർശനം. എനിക്ക് അസംതൃപ്തിയില്ല, ഉള്ളവരോട് നേരിട്ട് ചോദിക്കണം. ജി. സുധാകരൻ. ആലപ്പുഴ CPM നേതാവും മുൻമന്ത്രിയുമായ ജി. സുധാകരനെ സന്ദർശിച്ച് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ആലപ്പുഴ പറവൂരിലെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച സൗഹാർദ്ദപരം മാത്രമാണെന്നും രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇരു നേതാക്കളും പ്രതികരിച്ചു. അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി. സുധാകരനെ മാറ്റി നിർത്തിയതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ വിവരങ്ങൾ തിരക്കിയാണ് വേണുഗോപാൽ വന്നത്. ഇപ്പോൾ കണ്ടു. തികച്ചും സൗഹാർദ്ദപരമാണ് സന്ദർശനം. രാഷ്ട്രീയ ഭേദമൊന്നും സന്ദർശനത്തിനില്ല. ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിനിന്നത് മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. ആ മാനദണ്ഡം ഞാനും അംഗീകരിച്ചതാണ്. കെ. സുരേന്ദ്രൻ പറഞ്ഞതിന് ഞാൻ എന്തിന് സമാധാനം പറയണം? അസംതൃപ്തിയൊന്നും എനിക്കില്ല. അസംതൃപ്തിയുള്ളവരോട് നേരിട്ട് ചോദിക്കണം. അസ്വസ്ഥത ഉണ്ടാകാനുള്ള എന്ത് കാരണമാണ് ഇപ്പോൾ ഉള്ളത്? CPMന് അകത്ത് അസ്വസ്ഥതയൊന്നുമില്ല. ഞാൻ പ്രധാനപ്പെട്ട ആളാണെന്നാണ് എതിരാളികൾ കരുതുന്നു. അതാണ് രാഷ്ട്രീയം. പാർട്ടിയില്ലാത്തവരും പാർട്ടി വിട്ടുപോകുന്നവരും എന്നെപ്പറ്റി പറയുന്നു. അത് അവർക്ക് എന്നെ അവഗണിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, ജി. സുധാകരൻ വ്യക്തമാക്കി. ജി. സുധാകരനുമായുള്ള കൂടിക്കാഴ്ച തികച്ചും സൗഹാർദ്ദപരമാണെന്ന് കെ.സി. വേണുഗോപാലും പ്രതികരിച്ചു. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനൊന്നും ചർച്ചയായില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഒരു രാഷ്ട്രീയ ചർച്ചയും താൻ ജി. സുധാകരനുമായി നടത്തിയിട്ടില്ല. സുധാകരന് അതൃപ്തിയുണ്ടെങ്കിൽ സുധാകരനാണ് അത് പറയേണ്ടത്, കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നേരത്തെ ജി. സുധാകരനെ ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രിക പത്രത്തിന്റെ ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചിരുന്നു. എന്നാൽ രാവിലെ വന്ന ലീഗ് നേതാക്കളോട് താൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനില്ലെന്ന് ജി. സുധാകരൻ അറിയിക്കുകയായിരുന്നു. വിവാദങ്ങൾക്ക് താൽപര്യമില്ലെന്ന കാരണത്താലാണ് ക്യാമ്പയിനിൽ നിന്ന് ജി. സുധാകരൻ വിട്ടുനിന്നതെന്നാണ് സൂചന. അവർ ക്യാമ്പയിൻ നടത്തിക്കോട്ടെ എന്നായിരുന്നു വിഷയത്തിൽ ജി. സുധാകരന്റെ പ്രതികരണം. ഫെയ്ഞ്ചൽ. കേരളത്തിലും മഴ. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തുലാവർഷം കനക്കും. തിരുവനന്തപുരം. പുതുച്ചേരിയിൽ തീരം തൊട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ തുലാവർഷം ശക്തമാകും. ഡിസംബർ ആദ്യവാരം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇന്ന് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഡിസംബർ 3-ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടായിരിക്കും. 4-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടാണ്. വരുന്ന 5 ദിവസം തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. ഒരു സഖ്യ രൂപീകരണത്തിനുമില്ല. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ന്യൂഡൽഹി. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ. ഒരു സഖ്യ രൂപീകരണത്തിനും ആം ആദ്മി പാർട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി ഡൽഹിയിലെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ്. ഗുണ്ടാ സംഘത്തിന്റെ ഭീഷണി നേരിട്ട AP MLAയെ ജയിലിലടച്ചു. തനിക്കെതിരായ ആക്രമണങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുണ്ടാ സംഘങ്ങളെ സംരക്ഷിക്കുകയാണ്. ഇന്നലെ തനിക്കെതിരെ ആക്രമണമുണ്ടായി. ഇതിൽ നടപടിയെടുക്കാതെയാണ് AP MLA നരേഷ് ബില്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും കേജ്രിവാൾ ചോദിച്ചു. ഇന്നലെ സാവിത്രിനഗർ ഏരിയയിൽ പ്രചാരണത്തിനിടെയാണ് കേജ്രിവാളിനെ ഒരു യുവാവ് കയ്യേറ്റം ചെയ്തത്. കയ്യേറ്റത്തിനിടെ യുവാവ് കുപ്പിയിൽ കരുതിയ ദ്രാവകം അരവിന്ദ് കെജ്രിവാളിന്റെ ശരീരത്തിലും ഒഴിച്ചു. എന്ത് ദ്രാവകമാണ് യുവാവ് ഒഴിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏരിയ സമ്മേളനത്തിനിടെ സെക്രട്ടറി ഇറങ്ങിപ്പോയി. CPM വിടുമെന്ന് മധു മുല്ലശ്ശേരി. തിരുവനന്തപുരം. CPM മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി വി. ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുടെ ഇറങ്ങിപ്പോക്ക്. മധു ഏരിയ സെക്രട്ടറിയാകുന്നത് ജോയി എതിർത്തിരുന്നു. മധുവിനു പകരം M. ജലീലിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പാർട്ടിയുമായി ഇടഞ്ഞ മധു മുല്ലശ്ശേരി CPM വിട്ടേക്കുമെന്നാണ് സൂചന. CPMലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുമെന്നും തന്നോടൊപ്പം നിരവധി പ്രവർത്തകരും പാർട്ടി വിടുമെന്നും മധു പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സന്തോഷിച്ചയാളാണ് ജോയി. ജോയി ജില്ലാ സെക്രട്ടറി ആയതോടെ പാർട്ടിയിൽ വിഭാഗീയത വർദ്ധിച്ചെന്നും മധു കുറ്റപ്പെടുത്തി. പോലീസ് വേഷത്തിൽ ഷൈൻ ടോം ചാക്കോ. പേടിച്ച് ബ്രേക്കിട്ടു. റോഡിൽ വീണ യുവാവിന് പരുക്ക്. മലപ്പുറം. എടപ്പാളിൽ സിനിമാ ചിത്രീകരണം നടക്കുന്നതിനിടെ ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരുക്കേറ്റു. സിനിമാ ചിത്രീകരണം കണ്ട് പോലീസ് പട്രോളിംഗെന്ന് തെറ്റിദ്ധരിച്ച് ബൈക്ക് ബ്രേക്ക് ചെയ്തപ്പോഴായിരുന്നു അപകടം. പോലീസ് വേഷത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ റോഡരികിൽ നിൽക്കുന്നതു കണ്ട് യഥാർത്ഥ പോലീസെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. യുവാവിന്റെ പരുക്ക് ഗുരുതരമല്ല. ഹെൽമറ്റ് ധരിക്കാതെ വന്ന യുവാവ് സ്കൂട്ടർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിനു കാരണമായത്.
മഴ കാരണം റോഡിൽ തെന്നലുണ്ടായിരുന്നു. രാവിലെയായിരുന്നു അപകടം. സൂത്രധാരൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം. അപകടത്തിനു പിന്നാലെ ഷൈൻ ടോം ചാക്കോ തന്നെ യുവാവിനെ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്ക് ശേഷം യുവാവിനും സുഹൃത്തുക്കൾക്കും ഒപ്പം സെൽഫിയും എടുത്താണ് നടൻ മടങ്ങിയത്. തിരുവമ്പാടിയിൽ ലോക എയ്ഡ്സ് ദിനാചരണം നടത്തി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി. പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ എയ്ഡ്സ് ദിന വാർത്താപത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പുരിയിടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ, ടേക്ക് ദ റൈറ്റ്സ് പാത്ത് എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം. എയ്ഡ്സ് ബാധിതരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതിരിക്കാനും അവരുടെ ആരോഗ്യത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും ഊന്നൽ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം നടത്തുന്നത്. ലോകമെമ്പാടും 1988 മുതലാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. ലോക എയ്ഡ്സ് ദിന സന്ദേശമായ അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ എന്ന വിഷയത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശരണ്യചന്ദ്രൻ, MLSP അൽഫോൺസ് ബേബി, സീന തോമസ് എന്നിവർ ക്ലാസ് എടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോളി ജോസഫ്, PTA പ്രസിഡന്റ് വിൽസൺ താഴത്തുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. എയ്ഡ്സ് ബോധവൽക്കരണ പ്രതിജ്ഞ, വാർത്താപത്രിക, പോസ്റ്റർ പ്രദർശനം, ഫ്ലാഷ് മോബ് എന്നീ പരിപാടികളും നടത്തി. ശ്രേയസ് മുറമ്പാത്തി യൂണിറ്റ് സംഘടിപ്പിച്ച എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ. കോടഞ്ചേരി ശ്രേയസ് കോഴിക്കോട് മേഖല മുറമ്പാത്തി യൂണിറ്റ് സംഘടിപ്പിച്ച എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ കോടഞ്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തൻകണ്ടോ അധ്യക്ഷം വഹിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി മുഖ്യ സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകല CS, ഷിത മോൾ തമ്പി എന്നിവർ എയ്ഡ്സ്, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. UDO ഇന്ദിര ദിവാകരൻ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാനൊരുങ്ങി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീമിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, നക്ഷത്രം എന്നിവ സ്കൂളിലൊരുക്കി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സഹജീവികളെ ചേർത്തുപിടിക്കുന്നതിന്റെ ഭാഗമായി സ്നേഹസ്പർശം എന്ന പേരിൽ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് വിതരണം നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും വീടുകളിൽ നിന്നും ഉച്ചഭക്ഷണത്തോടൊപ്പം ഒരു പൊതിച്ചോറ് കൂടി കരുതി. വൃത്തിയായി വാഴയിലയിൽ സ്നേഹവും കരുതലും ചേർത്ത് പൊതിഞ്ഞെടുത്ത 204 പൊതിച്ചോറുകളാണ് നൽകിയത്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിജോയ് തോമസ് വിദ്യാർത്ഥികളിൽ നിന്ന് ക്രിസ്മസ് സമ്മാനം ഏറ്റുവാങ്ങി. സ്റ്റാഫ് സെക്രട്ടറി സജി ജെ കരോട്ട് ചടങ്ങിൽ ആശംസകൾ നേർന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് NSS വിദ്യാർത്ഥികളായ ചന്ദ്രപ്രഭു, അശ്വിൻ സുരേഷ്, അലൻ സി വർഗീസ്, ആൽബർട്ട് സുനോയി, അലൻ ബിനോയി, ആൽബിൻ സെബാസ്റ്റ്യൻ, ജോസഫ് സുനിൽദേവ്, ലിബിൻ തോമസ് ബിജു, അലൻ ഷിജോ, ഡോൺ ജിൻസൺ, ജെഫ്രി ബിജു, അൻസ മോൾ മാത്യു, ആഗ്നസ് ജോസഫ്, നിയ CB, ബെനിൽ മനേഷ്, ജിയ മരിയ ജേസൺ, സ്കൗട്ട് മാസ്റ്റർ ഷീൻ P ജേക്കബ്, ഗൈഡ് ക്യാപ്റ്റൻ ലീന സക്കറിയാസ്, NSS പ്രോഗ്രാം ഓഫീസർ അഖിൽ ടോം മാത്യു എന്നിവർ ചേർന്നാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ജില്ലയിലെ എല്ലാ കോഴി സ്റ്റാളുകളിലും ജനുവരി 15 ഫ്രീസർ സൗകര്യം നിർബന്ധം. പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് വിഭാഗമെത്തും. കോഴിക്കോട് ജില്ലയിലെ എല്ലാ കോഴി സ്റ്റാളുകളിലും ജനുവരി 15 ഫ്രീസർ സൗകര്യം നിർബന്ധമാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ DLFMC തീരുമാനം. കൂടാതെ കോഴി മാലിന്യം സംസ്കരിക്കാൻ കൂടുതൽ ഏജൻസികളെ ഏർപ്പെടുത്താനും തീരുമാനമായി. നിർദ്ദേശം നടപ്പിലായോ എന്ന് പരിശോധിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനെ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുപ്രകാരം 2018 തന്നെ വർഷം 92 ടൺ കോഴി മാലിന്യം ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംസ്കരിക്കുന്നതിനായി താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഏജൻസി മാത്രമേ നിലവിലുള്ളൂ. ഈ ഏജൻസിക്ക് 30 ടൺ കോഴി മാലിന്യം മാത്രമേ സംസ്കരിക്കാനാകൂ. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഏജൻസികളെ ക്ഷണിക്കാനുള്ള തീരുമാനം. കോഴി സ്റ്റാളുകൾക്കും പുറമെ സ്റ്റാളുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന ഫ്രഷ് കട്ടിന്റെ വാഹനങ്ങളിലും ഫ്രീസർ നിർബന്ധമാക്കും. ഫ്രഷ് കട്ട് ഏജൻസിയോട് ആവശ്യപ്പെട്ട പ്രകാരം വെയിങ് ബ്രിഡ്ജ്, എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വെഹിക്കിൾ വാഷിംഗ് ഏരിയ ഫെസിലിറ്റി എന്നീ സൗകര്യങ്ങൾ ഏജൻസി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരിസരവാസികൾ പരാതി ഉന്നയിച്ച പ്ലാന്റിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം കുറഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് പൂർണ്ണമായും അഴുകിയ കോഴി മാലിന്യം പ്ലാന്റിൽ എത്തുന്നത് ഒഴിവാക്കാൻ സ്റ്റാളുകളിൽ ഫ്രീസർ നിർബന്ധമാക്കുന്നത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ സൗമ ഹമീദ്, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ലിഷ മോഹൻ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ M ഗൗതമൻ, ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ PET പ്രസാദ്, NDയിലെ സാങ്കേതിക വിദഗ്ധൻ പ്രവീൺ എന്നിവർ പങ്കെടുത്തു. കോടഞ്ചേരി കണ്ടപ്പഞ്ചാൽ, വള്ളികാവുങ്കൽ, വലിയപറമ്പിൽ ജോസഫ് 86 നിര്യാതനായി. ഭാര്യ അന്നക്കുട്ടി, കൂടരഞ്ഞി വട്ടക്കാനായിൽ കുടുംബാംഗം
മക്കൾ മിനി, ബിജു, സജി, ഷിജോ, സൻഡോ, ഷിജി, സിനി. മരുമക്കൾ വിൽസൺ ഇടശ്ശേരിയിൽ, പൂവാറ്റന്തോട്, ജസിത പുറവക്കാട്ടിൽ, കൂടരഞ്ഞി ഷീന ഇടപ്പള്ളിയിൽ, ചെമ്പുകടവ് അനി കല്ലടയിൽ, കക്കാടമ്പയിൽ, ഹിൽഡ കോയിപ്പുറത്ത്, ആനക്കാമ്പയിൽ, റോയ് തേക്കുംകാട്ടിൽ, പൂരോട്ടുപാറ സ്നോയി പുലയൻപറമ്പിൽ, ചെമ്പുകടവ്. സംസ്കാരം നാളെ തിങ്കൾ 2024 ഡിസംബർ 2 രാവിലെ 9:30 ആനക്കാമ്പയിൽ സെന്റ് മേരീസ് പള്ളി സിമിത്തേരിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.